നമ്മൾ പഠിക്കുന്നത് സംസ് ആൻഡ് ടേംസ്, തുകയും പദങ്ങളും. ആദ്യം പഠിക്കുന്നത് സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ടേംസ്, തുടർച്ചയായ 3 പദങ്ങളുടെ തുക. എക്സാമ്പിൾ 2, 5, 8. ഇതിൻ്റെ മിഡിൽ ടേം എ ആണെങ്കിൽ ഇത് എ പ്ലസ് ബി ആയിരിക്കും. 5 + 3 8. ഇത് ലെഫ്റ്റ് സൈഡാണ്, അതുകൊണ്ട് 5 - 3, അതായത് എ മൈനസ് ഡി ആയിരിക്കും. അപ്പോൾ കോൺസിക്യൂട്ടീവ് 3 ടേംസ് എന്ന് പറയുമ്പോൾ ടേംസ് എ മൈനസ് ഡി, എ പ്ലസ് ഡി ആയിരിക്കും. ഇനി അതിൻ്റെ സം കണ്ടുപിടിക്കാം. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 2 + 5 + 8 പ്ലസ് ചെയ്യുമ്പോൾ 15 കിട്ടുന്നു. ഈ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 5. 3 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, 5 എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 3 × മിഡിൽ ടേം, അതായത് പ്ലസ് ചെയ്യുക. സം ഈസ് ഈക്വൽ ടു എ മൈനസ് ഡി പ്ലസ് എ പ്ലസ് ഡി, എ പ്ലസ് എ. അപ്പോൾ 3 എന്ന് കിട്ടും. പോസിറ്റീവ് ഡിയും നെഗറ്റീവ് ഡിയും ക്യാൻസൽ ആവും. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 3a. സം ഈസ് ഈക്വൽ ടു 3 × a എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം. ഇനി നമുക്ക് സം തന്നിട്ട് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറയും. അപ്പം മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ 3. ഈ മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ടേം ആയിരിക്കും. 3 ടേംസ് ആണുള്ളത്, അതിൻ്റെ മിഡിൽ ടേം സെക്കൻഡ് ടേം ആയിരിക്കും. അതുകൊണ്ട് x2 ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം നമുക്ക്. അതുപോലെ തന്നെ സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 5 × മിഡിൽ ടേം. മിഡിൽ ടേം എന്നടുക്ക് വരുന്നത് തേർഡ് ടേം ആയിരിക്കും. അപ്പോൾ തേർഡ് ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ 5. സം ഈസ് ഈക്വൽ ടു 5 × മിഡിൽ ടേം അതായത് x3 മൂന്നാമത്തെ ആയിരിക്കും. x3 ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ 5. ഇനി നമുക്ക് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് തന്നാൽ എന്തെങ്കിലും നോക്കാം. എക്സാമ്പിൾ 2, 5, 8, 11. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഇവിടെ നമ്മൾ പെയറുകൾ, ജോഡികളാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് x1 + x4 is equal to 2 + 11. അടുത്ത പെയറാണ് x2 + x3 is equal to 5 + 8. ഈ ഫസ്റ്റ് പെയറിൻ്റെ പൊസിഷൻ്റെ സം കണ്ടുപിടിച്ച് നോക്കാം. 1 + 4 5, 2 + 3 5. The sum of the positions of 2 pairs of terms are equal. ഇതിൻ്റെ പൊസിഷൻ്റെ സം 5, ഇതിൻ്റെ പൊസിഷൻ്റെ സം 5. അങ്ങനെ വരുമ്പോൾ the sum of the pairs of the terms are also equal. ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അതായത് 2 + 11 13, 5 + 8 13. അപ്പോൾ ടോട്ടൽ സം കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് ടേംസ് ബൈ 2. നമ്പർ ഓഫ് ടേംസ് 4 ആണ്. അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അതായത് ഇവിടെ 2 പെയർസ് ഉണ്ടാവും, ഒരെണ്ണം ഇത്. അപ്പോൾ 2 പെയർസ് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം 2 ആണ്, ലാസ്റ്റ് ടേം 11 ഈസ് ഈക്വൽ ടു 2 × 13 ഈസ് ഈക്വൽ ടു 26. അതായത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് തന്നു കഴിയുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേംസ് 4/2 2 into first term x1 plus
ലാസ്റ്റ് ടൈം x4 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. ഇനി നമുക്ക് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എന്നാൽ എന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്ക് 2, 5, 8, 11, 14, 17, x1, x2, x3, x4, x5, x6 പേഴ്സ് ആക്കാൻ നേരത്ത് x1 പ്ലസ് x6, x1 പ്ലസ് x6. അടുത്ത പേരാണ് x2 പ്ലസ് x5. അടുത്ത പേരാണ് x3 പ്ലസ് x4. ഇതിൻ്റെ ഓരോ പേരിൻ്റെയും സം ഓഫ് പൊസിഷൻ നോക്കാം നമുക്ക്. 1 പ്ലസ് 6 7, 2 പ്ലസ് 5 7, 3 പ്ലസ് 4 7. അപ്പോൾ സം ഓഫ് ദി പൊസിഷൻസ് ഓഫ് ടേംസ് ആർ ഈക്വൽ. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. x1 2 പ്ലസ് x6 17 ആഡ് ചെയ്യുമ്പോൾ 19 is equal to second term plus fifth term, second term 5. 5 plus 14 is equal to 19. x3 8. 8 plus 11 is equal to 19. Sum is equal to number of terms by 2. Number of terms 6 ആണ്. 6 by 2 3 into first term plus sixth term. First term 2 plus 17 is equal to 3 into 19 is equal to 57. അപ്പോൾ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് by 2. Number of terms 6 ആണ്. 6 by 2 3 into first term plus last term x1 plus x6 എന്ന് എഴുതാം. 4 terms ഉള്ളപ്പോൾ 2 into x1 plus x4. 6 terms ഉള്ളപ്പോൾ 3 into x1 plus x6. 8 terms ആണെങ്കിലോ 4 into x1 plus x8. നമ്മളോട് നാച്ചുറൽ നമ്പർ, അതായത് 1 തുടങ്ങി 100 വരെ പ്ലസ് ചെയ്യാൻ പറഞ്ഞിരിക്കട്ടെ. 1 plus 2 plus 3 etc. 99 plus 100. അതിന് ഫോർമുല പറഞ്ഞു നോക്കാം നമുക്ക്. സം ഈസ് ഈക്വൽ ടു number of terms by 2. Number of terms 100 ആണ്. by 2 അപ്പോൾ 50 into first term 1 last term 100 is equal to 50 into 101 is equal to 50 50. അപ്പോൾ general formula sum is equal to number of terms by 2 into first term plus last term. Page 28, question number 1. Sum of the first 5 terms is 30. S5 is equal to 30. 5 into middle term, the x3 is equal to 30. x3 is equal to 30 by 5 is equal to 6. 6 മിഡിൽ ടൈം ആകത്തക്ക വിധത്തിൽ 3 അർത്ഥമെറ്റിക് സീക്വൻസ് എഴുതാൻ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 6 മിഡിൽ ടൈം നമുക്ക് D 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 6 plus 1 7, 7 plus 1 8. D നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് അപ്പോൾ D മൈനസ് ചെയ്യുക. അപ്പോൾ 5 വീണ്ടും D മൈനസ് ചെയ്യുക. അപ്പോൾ 4.
പ്ലസ് ചെയ്ത് നോക്കാം നമുക്ക്. 4 + 5 9, 9 + 6 15, 15 + 7 22, 22 + 8 30. Sum of first 5 terms is 30. ഇനി 3 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 മിഡിൽ ടേമിന് മാറ്റമില്ല. D2 ആയിട്ട് എടുക്കാം. റൈറ്റ് സൈഡിലേക്ക് 2 പ്ലസ് ചെയ്യുക. ഇവിടെ 8, 2 പ്ലസ് ചെയ്യാനത്ത് ഇവിടെ 10. D = 2. ലെഫ്റ്റ് സൈഡിലേക്ക് D മൈനസ് ചെയ്യണം. ഇവിടെ 4, 2. 2 + 4 6, 6 + 6 12, 20, 20 + 10 30. 6 മിഡിൽ ടേം D3 ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ 9, 12. D = 3. 3 മൈനസ് ചെയ്യുമ്പോൾ 3, 0. ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 30 കിട്ടുന്നതായിരിക്കും. Question number 2. First term 1. x1 = 1. Sum of first 4 terms 100. S4 = 100. 4 terms ആണ്. അപ്പോൾ നമുക്കറിയാം 2 pairs ഉണ്ടാവും. 2 × x1 + x4 = 100. x1 + x4 = 100. 2 × മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി തീരും = 50. അല്ലെങ്കിൽ x1 നമുക്കറിയാം 1 ആണെന്നറിയാം. 1 + x4 = 50. x4 = 50 - 1 = 49. അപ്പോൾ നമുക്ക് x1 = 1 കിട്ടി. x4 = 49 കിട്ടി. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് = ടേം ഡിഫറൻസ്. 4 - 1 ഇൻറ്റു D = ടേം ഡിഫറൻസ് 49 - 1. അപ്പോൾ 3D = 48. D = 48/3 = 16. ടേംസ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ടേം നമുക്ക് 1 അറിയാം. ഫസ്റ്റ് ടേം സീക്വൻസ് എഴുതാം നമുക്ക്. ഫസ്റ്റ് ടേം 1. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് D പ്ലസ് ചെയ്യുക. അപ്പോൾ 17. തേർഡ് ടേം D പ്ലസ് ചെയ്യുക. അപ്പോൾ 33. D പ്ലസ് ചെയ്യാം 49. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പ്രൂവ് ദാറ്റ് ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് ടേംസ് അടുത്ത സീക്വൻസ്. അടുത്ത സീക്വൻസ് 4 ടൈംസ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ലെറ്റ് ദ ഫസ്റ്റ് ടേം ബി എഫ്. ഒന്നാം പദം എഫ് എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ടേംസ് = f, f + d, f + 2d, f + 3d. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സം ഓഫ് ദി 2 ടേംസ് ഓൺ ദ എൻഡ്സ്. അതായത് x1, x2, x3, x4ൽ എൻഡ്സിൻ്റെ സം. അതായത് x1 + x4 = x1 f, x4 f + 3d. ലൈക്ക് ടേംസ് പ്ലസ് ചെയ്യാം. 1f + 1f. അപ്പോൾ നമുക്ക് 2f എന്ന് കിട്ടും. പ്ലസ് 3d. The sum of the 2 terms on the 2 ends. 2 അറ്റത്തുള്ള ടേംസിൻ്റെ തുക. The sum of the 2 terms in the middle end. മിഡിൽ. അതായത് x2 + x3നോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. x2 നമുക്കറിയാം f + d. x3 അറിയാം f + 2d. f + f. ഇപ്പോൾ 2f + 1d + 2d.
അപ്പോൾ 3D കിട്ടുന്നു. അപ്പോൾ ഇവിടെ 2f + 3D കിട്ടി, ഇവിടെയും 2f + 3D കിട്ടി. ഇവിടെ നമുക്ക് എഴുതാം x1 + x4 = x2 + x3. Question number 4. Sum of first 4 terms ആണ്. അപ്പോൾ x4 = 100. നമുക്കറിയാം 4 ടേംസ് ഉണ്ടെങ്കിൽ 2 pairs ഉണ്ടാവുന്നത്. അപ്പോൾ 2 × x1 + x4 = 100. x1 + x4 = 100/2 = 50. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ പ്രൂവ് ചെയ്തേ ഉള്ളൂ. x1 + x4 എന്ന് പറഞ്ഞാൽ അത് x2 + x3 ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് x2 + x3 = 50. നമ്മളോട് 4 അർത്ഥം സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 50 കിട്ടുന്ന 2 ടൈംസ് എഴുതാം. നമുക്ക് സം 50 കിട്ടണം. അപ്പോൾ നമുക്ക് 20 30 പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. അതിൻ്റെ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് 40. ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ മൈനസ് ചെയ്യാൻ നോക്കും. 10 മൈനസ് ചെയ്യാൻ 10 കിട്ടും. പ്ലസ് ചെയ്ത് നോക്കാം. 10 + 40 50, 20 + 30 50. അപ്പോൾ ടോട്ടൽ 100 എന്ന് കിട്ടും. ഇതുപോലത്തെ 4 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 21, ഇവിടെ 29 എഴുതാം. പ്ലസ് ചെയ്യുമ്പോൾ 50 കിട്ടും. ഡിഫറൻസ് ഇവിടെ 8 ആണ്. അപ്പോൾ ഇതിനോട് 8 പ്ലസ് ചെയ്യാനത് നമുക്ക് 37 കിട്ടുന്നു. ഇതിനോട് 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. ഇത് നമ്മൾ പ്ലസ് ചെയ്താൽ 50 കിട്ടും. ഇത് നമ്മൾ പ്ലസ് ചെയ്താൽ 50, 50 + 50 100. അടുത്ത സീക്വൻസ് ഇവിടെ 22 എഴുതാം. നമുക്ക് ഇവിടെ നമുക്ക് 28 എഴുതാം. പ്ലസ് ചെയ്യുമ്പോൾ 50 കിട്ടും. ഡിഫറൻസ് 6 ആണ്. അപ്പോൾ 6 പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ 34 കിട്ടും. 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. നമുക്ക് ഇവിടെ നമുക്ക് 23 എഴുതാം. 27 എഴുതാം. പ്ലസ് ചെയ്യുമ്പോൾ 50 കിട്ടും. ഡിഫറൻസ് 4 ആണ്. 4 പ്ലസ് ചെയ്യുമ്പോൾ 31 കിട്ടുന്നു. 4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 19. റൈറ്റ് 4 അർത്ഥം സീക്വൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 2 3 4